ഏറ്റവും പ്രിയപ്പെട്ട ചാടിയുടെ ഡയറക്ടർ ശ്രീ അരുൺകുമാർ അവർ, ഏറ്റവും പ്രിയപ്പെട്ട DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വസീഫ് അവർ, പ്രിയപ്പെട്ട യുവമോർച്ചയുടെ പ്രസിഡന്റ് ശ്രീ പ്രഭു കൃഷ്ണ അവർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇന്ന് ഞങ്ങൾ 3 പേരെയും വിളിച്ച് ഈ ഒരു പരിപാടിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട റൂമിലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് ശ്രീ അരുൺകുമാർ പറയുമ്പോൾ ഞാൻ അവിടെയായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ ഇന്ന് കോട്ടയത്ത് താലൂക്കിൽ അദാലത്താണ്. അതിൽ പോലും പങ്കെടുക്കാതെ ഇവിടോട്ട് വരുന്നത് അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്ക് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും സാധിച്ച അതിയായ സന്തോഷം. ഇന്ന് AI-യുടെ ലോകമാണ്. അത് ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമല്ല. ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് AI. കാരണം നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും അതിൽ വരുന്ന സജഷൻസ് ആണെങ്കിലും അതിൻ്റെ ലോഗറിതംസ് ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സിരി ആണെങ്കിലും നമ്മളൊരു സെർച്ച് പറയുകയാണെങ്കിൽ പോലും സിരിയോട് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന പോലും ഇന്ന് AI നമ്മുടെ എല്ലാ മേഖലകളെയും അഫക്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ ഭയന്നതുപോലെ ഇന്ന് നമുക്ക് ഭയമുണ്ട്. പക്ഷേ ആ ഭയം യാഥാർത്ഥ്യമാണ്. ഒരു പഠനം പ്രകാരം 40% തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാം എന്നുള്ളത്, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ്, അതിൽ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിനെ സംബന്ധിച്ചും തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള ചെറുപ്പക്കാർക്ക്. തൊഴിൽരഹിതരുടെ എണ്ണം വലുതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ AI വരുമ്പോൾ തൊഴിൽരഹിതർ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയം, അതൊരു വളരെ റിയലായിട്ടുള്ള ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളെല്ലാം ഓട്ടോമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ചൈനയിൽ. ആ ചൈനയിലെ വീഡിയോ ഞാൻ കണ്ടത്, അതിന് എന്താണ് ആ വേർഡ് ഉപയോഗിക്കുന്നത് അറിയത്തില്ല, അതിന് ഫുഡ് ഡെലിവറിയാണ്. ഇന്ന് നമ്മുടെ ഇവിടെയുള്ള സൊമാറ്റോ അല്ലെ സ്വിഗ്ഗി ആൾക്കാർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനം ചൈനയിൽ അവർ എനിക്ക് തോന്നുന്നു 20 വർഷം 30 വർഷം അഡ്വാൻസ്ഡാണ്. അവർ പ്രത്യേകമായൊരു ചെറിയൊരു കോപ്റ്റർ പോലത്തെ ഒരു സാധനത്തിൽ ഫുഡ് വന്ന് ബോക്സിൽ കൊണ്ട് വെക്കുകയാണ്. ഈ ബോക്സിൽ നിന്ന് ഫുഡ് എടുത്ത് അദ്ദേഹം കഴിക്കുന്നു. അങ്ങനൊരു സാധനം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായാൽ എത്രയധികം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടാവുന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായി മാറിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നാളെ ഇന്ത്യയിലേക്കും ഈ ഒരു സംവിധാനം കടന്നു വരാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ആശങ്കയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ ആശങ്ക ഉള്ളപ്പോൾ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും കാണാതിരിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നപ്പോൾ ആശങ്ക ഉള്ളതുപോലെ അന്നുണ്ടായിരുന്ന പോസിറ്റീവ്സ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ യൂത്ത് ഇതിനെ പോസിറ്റീവ്ലി ഉപയോഗിക്കുവാനുള്ള ശ്രമം, അതിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ, കാര്യങ്ങൾ പഠിക്കുവാൻ, പുതിയ മെത്തേഡ്സ്, പുതിയ സോഫ്റ്റ്വെയർസ് പഠിക്കുവാൻ, പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള പല ആപ്സും ഫ്രീ ആയിട്ടുള്ള പല സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അത് പഠിക്കുവാനുള്ള സാഹചര്യം, ഫോർ എക്സാമ്പിൾ കോസെറ, എഡെക്സ് ഓ ഗൂഗിൾ AI, അവിടെയൊക്കെ നമുക്ക് പഠിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് പൈത്തൺ, അല്ലെങ്കിൽ എക്സ്പ്ലോർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ടെൻസർഫ്ലോ, അവിടെയൊക്കെ നമുക്ക് പഠിക്കുവാനും അതിനെ കോപ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ഭയത്തെ അതിജീവിക്കുന്ന ഒരു കാര്യമായി നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യേണ്ട, നമ്മുടെ ചെറുപ്പക്കാർ ഈ AI ഉപയോഗിച്ചുകൊണ്ട് നാടിന് ഗുണം വരുന്ന രീതിയിൽ, നാടിന് മാറ്റം കൊണ്ടുവരുന്ന രീതിയിൽ, നമുക്കിപ്പം ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും, അതിപ്പോൾ നേരത്തെ കണ്ടതുപോലെ കമ്പ്യൂട്ടർ, അതിനുശേഷം AI, ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഇനി AI ഉപയോഗിച്ച് വരുന്ന സാങ്കേതികവിദ്യ എന്താണ്? രോഗങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കുവാൻ സെക്കൻഡുകൾ മതി എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് വേണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അത് വേണം.
അതുപോലെ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകുന്നൊരു ഭയമുള്ളപ്പോൾ തന്നെ അത് പഠിച്ചെടുത്താൽ അതുകൊണ്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, എഡ്യൂക്കേഷൻ എന്നുള്ള വലിയ ഒരു മഹാസമുദ്രം നമുക്ക് മുന്നിലുണ്ട്. അവിടെ AI സാധ്യത നമ്മൾ ഉപയോഗിക്കണം. പേഴ്സണലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ AI പ്രയോജനപ്പെടുത്താം, ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠനം അത് AI ഉപയോഗിച്ച് പേഴ്സണലൈസ് ചെയ്ത് കൊടുത്താൽ എന്തുമാത്രം മാറ്റം നമുക്ക് ലോകത്തുണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ ജനറലൈസ്ഡ് ആയിട്ട് കരിക്കുലം നിന്നോട്ടെ, പക്ഷെ ജനറലൈസ്ഡ് ആയിട്ട് കരിക്കുലം ഉള്ളപ്പോൾ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു കുട്ടിയുടെ താല്പര്യം എന്താണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ AI സിസ്റ്റത്തിൽ നമുക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാടിന് ഉണ്ടായ വൻ ദുരന്തങ്ങൾ, ഇപ്പോൾ തന്നെ വയനാട് നടന്ന ദുരന്തമൊന്നും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തെ സാഹചര്യം അതുമായിട്ട് ചേർന്ന് നമ്മുടെ ചെറുപ്പക്കാർ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വളർത്തിയെടുക്കാൻ സാധിക്കത്തില്ല? തീർച്ചയായിട്ടും അതുകൊണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെങ്കിലും പോസിറ്റീവ്സാണ് കൂടുതൽ മുന്നേ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെ ക്രിയേറ്റീവായിട്ടുള്ളവരാണ്. മലയാളി ചെറുപ്പക്കാരുടെ കഴിവിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ ക്രിയേറ്റീവായിട്ടും ചിന്തിക്കുവാനും കാര്യങ്ങൾ ചോദിക്കുവാനും ഒരു ക്യൂരിയസ് മൈൻഡ് പ്രത്യേകിച്ച് നമുക്കുണ്ട്. ആ ക്യൂരിയോസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇതുമായിട്ടൊരു കാറ്റലിസ്റ്റായിട്ട്, യൂത്ത് ആൻഡ് AI എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റാണ്. യൂത്ത് AI കാറ്റലിസ്റ്റായിട്ട് മാറിയാൽ, യൂത്തിൻ്റെ കയ്യിലൂടെ ഇതിൻ്റെ വളർച്ചയുണ്ടായാൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മുടെ നാടിൻ്റെ ഗുണത്തിനായി, നമ്മുടെ ചെറുപ്പക്കാരുടെ ഗുണത്തിനായി, ചെറുപ്പക്കാർക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ ജോബ്സ് വരുന്ന രീതി അതൊക്കെ മാറാൻ പോവുകയാണ്. അപ്പം അതിനോട് ചേർന്ന് നമ്മുടെ കുട്ടികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും മാറ്റിയെടുക്കുവാനും സാധിച്ചാൽ യാതൊരു സംശയവും വേണ്ട, വലിയ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് AI വരുമ്പോൾ മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ എത്തിക്കലായിട്ട് AIയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ ഡേറ്റ അല്ലെങ്കിൽ AI സിസ്റ്റം ഒരു ബയസ്ഡ് ഡേറ്റയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ആ ബയസ് എപ്പോഴും നിൽക്കും. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഇൻക്ലൂസീവായിട്ട് വളരെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എല്ലാ വിവിധ ഡേറ്റകളെ ഉൾപ്പെടുത്തി ആ സിസ്റ്റത്തിന് കൊടുക്കുവാണെങ്കിൽ, ഒരു ബയസ് ഇല്ലാത്തൊരു സിസ്റ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ എന്തുമാത്രം ഗുണം സമൂഹത്തിനുണ്ടാവും. പക്ഷെ തിരിച്ചാണെങ്കിലോ, ബയസ്ഡ് ആയിട്ടൊരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ വന്നാൽ, എത്തിക്കൽ ഡേറ്റ അല്ലാതെ അൺഎത്തിക്കലായിട്ട് ഉള്ള ഡേറ്റ വന്നാൽ അത് ഏത് തരത്തിൽ ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നവർ നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എത്തിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം പണിതെടുക്കുവാൻ അതിന് ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങിയേ പറ്റത്തുള്ളൂ. അതിന് മാറി നിന്നിട്ട് കാര്യമില്ല. ഞങ്ങളിപ്പോൾ സംസാരിക്കുമായിരുന്നു ശ്രീ അനിൽകുമാറുമായിട്ട്. അദ്ദേഹം പറഞ്ഞ് AI എല്ലാ ക്ലാസ്സസും ഫുള്ളാണെന്നാണ്. കാരണം ഇപ്പം തന്നെ ചെറുപ്പക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുവാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, മാറ്റങ്ങളുടെ ലോകത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മാറ്റം കാണാൻ സാധിക്കും. നമുക്കറിയാം, എലോൺ മസ്കിൻ്റെ വാഹനങ്ങൾ, ഞാൻ ഒരു വാഹനത്തിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനകത്ത് ഡ്രൈവ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. അത് മോഡിലോട്ട് മാറ്റിയാൽ 2 മോഡുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുന്ന മോഡുണ്ട്. അതാണെങ്കിൽ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പുറത്തുണ്ടാകുന്ന ട്രാഫിക് സിഗ്നൽ പോലും, ഇപ്പം ട്രാഫിക് സിഗ്നലിൽ അവിടെ വന്നിട്ട് നമ്മൾ കിടക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ലൈറ്റ് ഗ്രീൻ ആയാൽ ഉടനെ ഇവിടെ അലാം അടിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള സിസ്റ്റം പോലും വെസ്റ്റിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ചൈനയെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ചൈനയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാം എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. നമുക്ക് മാറാതിരിക്കുവാൻ തരമില്ല, മാറിയേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ആളുകളെയും നമ്മുടെ ചെറുപ്പക്കാരെയും സംരക്ഷിക്കണം. നമ്മുടെ ചെറുപ്പക്കാരിന്ന് രാജ്യം വിട്ടു പോകുന്ന അവസ്ഥ, തൊഴിൽ തേടി വലിയ തോതിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ ഒരു ചലഞ്ച്
അവർ വിദേശത്ത് പോയാലുമുണ്ട്, സ്വദേശത്തുമുണ്ട്. വിദേശത്ത് പോയാലും എല്ലാ ഓട്ടോമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ AI-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ എക്വിപ്പ് ചെയ്യുവാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടി മാറ്റേണ്ട അനിവാര്യതയാണ്. അവിടെയാണ് IHRDയെ ഞാൻ അഭിനന്ദിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന് വേണ്ട തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയും വിദ്യാർത്ഥികളെ അതിനെ എക്വിപ്പ് ചെയ്യുകയും ചെയ്യാൻ IHRD എടുക്കുന്ന പ്രത്യേക താല്പര്യം അതിന് പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാറുന്ന ലോകത്തിനോടൊപ്പം നമ്മളും മാറണം. അവിടെ IHRD മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ ആ ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോകണം. ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. AI വരുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ്. നമ്മുടെ ഡേറ്റ മുഴുവൻ ഇന്ന് ഇവരുടെ കയ്യിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഡേറ്റ സംരക്ഷിക്കാൻ സാധിക്കും? അതിലും യൂത്തിന് വലിയ റോളുണ്ട്. ആ ഡേറ്റ സംരക്ഷണം, അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന മിസ്യൂസ്, ആരുടെയൊക്കെ ഫോട്ടോസ്, ആരുടെയൊക്കെ വീഡിയോസും ഒക്കെ വരും എന്നുള്ള പ്രശ്നം ഇന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയും മിസ്യൂസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കിത് വലിയൊരു സ്വപ്നമാണ്. എന്താണ്? നമ്മുടെ നാടിനെ ഇത് ഉപയോഗിച്ച് നമ്മുടെ ഒരു അവസരം കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ, പഠിക്കുവാൻ സാഹചര്യമില്ലാത്തവർക്ക് പഠനം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതായിരിക്കും. അതേസമയം ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ അഡ്രസ്സ് ചെയ്യുവാൻ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ ആൾക്കാരും അതിന് തയ്യാറായാൽ മാത്രമേ നമുക്ക് AI-യെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നം കണ്ടത് ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി അവനുണ്ടാക്കുന്ന ആപ്പ് കൊണ്ട് അല്ലെങ്കിൽ AI കൊണ്ട് ഒരു നാടിന് എന്തൊക്കെ ഗുണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിസീസ് വരുവാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഇന്ന് ആ സാഹചര്യമില്ലെങ്കിൽ നാളെ വിദ്യാർത്ഥി ഉണ്ടാക്കുന്ന ആപ്പ് കൊണ്ട് ഈ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു വലിയ വിജയമല്ലേ? അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് അരുൺകുമാറിനോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒത്തിരി വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന വയനാടും അതുപോലത്തെ മലയോര പ്രദേശങ്ങളും വലിയ പ്രശ്നമാണ് ആനിമൽസിൻ്റെ ഇൻവേഷൻ. അവിടെയും ഈ AI നമുക്ക് സമർത്ഥമായി ഉപയോഗിക്കാൻ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലും പോസിറ്റീവ്ലി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് AI. പക്ഷേ അതിൻ്റെ മറുവശം എന്നുള്ളത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കരുതൽ പ്രവർത്തനം നമുക്ക് നടത്തിയാൽ യാതൊരു സംശയവും വേണ്ട, AI-യെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മാറ്റത്തിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ലോകം മാറുമ്പോൾ കേരളം മാറാതിരുന്നാൽ, ലോകം മാറുമ്പോൾ ഭാരതം മാറാതിരുന്നാൽ നമുക്കാണ് ആത്യന്തികമായ നഷ്ടം വരിക. കാരണം എല്ലായിടത്തും മാറ്റം വന്നു. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പോവർട്ടി അല്ലെങ്കിൽ പട്ടിണിയെ പരിഹരിക്കുവാൻ എന്തൊക്കെ സാധിക്കുമോ? തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും പോസിറ്റീവ്ലി നമ്മൾ എടുക്കണം. ആ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട, നമുക്ക് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. ലോകത്ത് വന്ന മാറ്റങ്ങളൊക്കെ അങ്ങനെയാണ്. കേരളത്തിന് മാത്രം മാറി നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് യൂത്തിനെ സംബന്ധിച്ച് ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് നമുക്കുണ്ടാകണം. ആ ഒരു പോസിറ്റീവ് വിഷനിലോടുകൂടി നമ്മൾ പോകുമ്പോൾ AI നമ്മുടെ സംസ്ഥാനത്തെയും ഒരു വികസനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വലിയ കോൺഫറൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. ആ ഒരു കോൺഫറൻസിൻ്റെ പ്രത്യേക താല്പര്യം തന്നെ AI-യെക്കുറിച്ച് കേരള സമൂഹത്തിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. AI-യെക്കുറിച്ച് ആൾക്കാരെ ഓരോ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു കോൺഫറൻസിലൂടെ മാത്രമേ കേരള സമൂഹം അവെയർ ആവത്തുള്ളൂ, നമ്മുടെ ചെറുപ്പക്കാർ അവെയർ ആവത്തുള്ളൂ. ഈ ഒരു കോൺഫറൻസ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർഗനൈസ് ചെയ്ത IHRDയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നമുക്ക് ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കേരളത്തിലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.